Hello students, so we are going to discuss about our next colligative property, that is osmotic pressure. The other colligative properties we have already discussed earlier. So what do you mean by osmotic pressure? So before going into the details of that, we know that what do you mean by a solution? A solution means it consists of a solvent, a pure solvent to which a solute is added. Then only it becomes what? It becomes a solution. So in this case, if we consider here, we can see that we have taken a container in which there is both solvent particles are there to which we have added a solute. നമ്മൾ ഇതിൻ്റെ സൈസ് നോക്കുമ്പോൾ we can say that in the case of the solvent particles are having a size smaller compared to that of the solute particles അല്ലേ. സോൾവെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്തായിരിക്കും? സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെക്കാട്ടിലും ചെറുതായിരിക്കും. As a result of which, if we pass it through a filter or something, the solvent molecules can easily pass through it അല്ലേ. സോൾവെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറവായ കാരണം കൊണ്ട് ഒരു ഫിൽറ്റർ കൂടെയോ എന്തെങ്കിലും നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ പാസ് ചെയ്യും. പക്ഷേ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ സൈസ് ബിഗ്ഗർ ആയ കാരണം കൊണ്ട് അത് അതിൽ തന്നെ റിറ്റെയിൻ ചെയ്യും, ഫിൽറ്ററിൽ തന്നെ റിറ്റെയിൻ ചെയ്യും. ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് the concept or we can say that what do you mean by a semi-permeable membrane? അപ്പോൾ എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ? എ മെംബ്രെയിൻ വിച്ച് allows only the solvent particles to pass through it is known as എന്താണ്? സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ കൂടെ വരും എന്തായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക? സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ആൻ എക്സാമ്പിൾ ഫോർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് ആനിമൽ ബ്ലാഡർ. നാച്ചുറൽ എക്സാമ്പിൾ ഫോർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് ആനിമൽ ബ്ലാഡർ. ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് പറയുമ്പോൾ ഏതൊക്കെ പറയാം? പാർച്ച്മെൻറ്റ് പേപ്പർ, സെല്ലോഫെയിൻ, കോപ്പർ ഫെറോസൈനൈഡ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ആർട്ടിഫിഷ്യൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു പോയിൻ്റ് കിട്ടി, എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെക്കൻഡ്ലി നമുക്ക് ഒന്നും കൂടി ഇത് മനസ്സിലാക്കണം വെച്ചാൽ നമുക്ക് നോക്കാം. വി ഹാവ് ടേക്കൺ എ കണ്ടെയ്നർ ഹിയർ. ഈ കണ്ടെയ്നറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി ഹാവ് ടേക്കൺ ദ പ്യൂർ സോൾവെൻറ്റ്, ലെറ്റ് ഇറ്റ് ബി വാട്ടർ, ആൻഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടേക്കൺ ദ പ്യൂർ സോൾവെൻറ്റ്, സെയിം പ്യൂർ സോൾവെൻറ്റ്. ഏതാണ്? വാട്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ സൊല്യൂട്ടായിട്ട് എന്താ ആഡ് ചെയ്തിരിക്കുന്നത്? NaCl സൊല്യൂഷൻ. or we can NaCl ആണ് നമ്മൾ സൊല്യൂട്ട് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. or we can say that in the right hand side we have taken എന്ത് സൊല്യൂഷൻ ആണ്? salt solution. it is a closed container. ഇവിടെ പ്രഷർ എന്തിൻ്റെ ഉണ്ടാവും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ പ്യൂർ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും കൂടിയും എന്തുണ്ടാവും? വേപ്പർ പ്രഷറും കൂടി ഉണ്ടാവും. നമുക്കറിയാം വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. പ്യൂർ സോൾവെൻ്റ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനേക്കാട്ടിലും കൂടുതലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. ഇനി എഗെയിൻ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദിസ് കേസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെറും സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മുകളിൽ ബേസിസിൽ പറയുകയാച്ചാൽ സോൾവെൻ്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ? പ്യൂർ സോൾവെൻറ്റ്, ദാറ്റ് ഈസ് വാട്ടർ ഉള്ളിടത്ത് മാത്രമായിരിക്കും എന്ത്? കോൺസെൻട്രേഷൻ ഹയർ. വേറസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ സൊല്യൂഷനിൽ എന്തുണ്ട്? സോൾവെൻറ്റ് പാർട്ടിക്കിൾസും ഉണ്ട്, സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഉണ്ട്. ഇപ്പോൾ സോൾവെൻ്റ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ലോവർ ആയിരിക്കും. സോ ഫ്ലോ നമുക്ക് എങ്ങനെ കാണിക്കാം? ദ ഫ്ലോ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സോ ദ ഫ്ലോ ഓഫ് എന്താണ് ഫ്ലോ ചെയ്യണത്? സോൾവെൻറ്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഈസ് നമ്മുടെ സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് നോൺ ആസ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഒന്നും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യണം വെച്ചാൽ ഓസ്മോസിസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ഫ്ലോ ഓഫ് പ്യൂർ സോൾവെൻറ്റ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് പാസ് ചെയ്യുക? വെറും സോൾവെൻറ്റ് പാർട്ടിക്കിൾസേ പാസ് ചെയ്യുള്ളൂ. സോ ദ ഫ്ലോ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് നോൺ ആസ് ഓസ്മോസിസ്. ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ദാറ്റ് ഈ സൊല്യൂഷനിൽ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? സൊല്യൂഷൻ സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും? കുറച്ച് കഴിഞ്ഞാൽ എ സിറ്റുവേഷൻ വിൽ ബി ദെയർ വേർ എന്താണ്? സോൾവെൻറ്റ് സൈഡ്
അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ രീതിയിലാവും, സൊല്യൂഷൻ സൈഡിലെ സോൾവെൻസ് ഇങ്ങോട്ട് പാസ് ചെയ്യണ കാരണം കൊണ്ട് അതിൻ്റെ അളവ് കൂടും അല്ലേ. അപ്പോൾ ഈ ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യണമെച്ചാൽ ഫർദർ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു അപ്ലൈ എ പ്രഷർ വിച്ച് ഈസ് നോൺ ആസ് എന്ത് പ്രഷറാണ്, ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമ്മുടെ തേർഡ് ടേം സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ് നമ്മൾ നോക്കി, നമ്മൾ എന്താണ് ഓസ്മോസിസിനെ നോക്കി. ഇനി നമ്മുടെ തേർഡ് ടേം എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് പൈ. സോ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ് to prevent the passage of solvent into solution. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്ലൈ ചെയ്യണ പ്രഷർ, ഈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് എന്തായിരിക്കും, സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഫ്ലോ ഇങ്ങോട്ട് നിൽക്കും. ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പ്രഷർ എന്ന് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, P is equal to pi, where pi is our osmotic pressure. Again, if the pressure applied on the solution side is greater than the osmotic pressure, അല്ലേ, ഈ സോൾവെൻറ്റിൻ്റെ ഫ്ലോനെ സ്റ്റോപ്പ് ചെയ്യാൻ നിർത്താനായിട്ട് വേണ്ട പ്രഷറിനെയാണ് എന്ത് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായി എന്തായിരിക്കും സംഭവിക്കുക, യെസ്, വാട്ട് ഹാപ്പൻസ്, റിവേഴ്സ് ഓസ്മോസിസ് ടേക്സ് പ്ലേസ്. വാട്ട് ഡു യു മീൻ ബൈ റിവേഴ്സ് ഓസ്മോസിസ്, എന്തായിരിക്കും, ഇവിടെ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് സൊല്യൂഷൻ സൈഡിന് എന്ത് ചെയ്യും, സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് തിരിച്ച് എങ്ങോട്ട് പോകാൻ തുടങ്ങും, സോൾവെൻറ്റ് സൈഡിലേക്ക് പോകാൻ തുടങ്ങും. സോ ദിസ് റിവേഴ്സ് ഓസ്മോസിസ് when it happens when the pressure applied is greater than the osmotic pressure. So the reverse osmosis is generally used for the purification of sea water. എന്തായിരിക്കും, സീ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക, റിവേഴ്സ് ഓസ്മോസിസ്. എങ്ങനെ, സീ വാട്ടർ പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ സോൾട്ട് ഉണ്ട് അല്ലെ, ഉപ്പ് വെള്ളം, അതിൽ അൺഡിസൈറബിൾ സോൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും, ഇവിടുന്ന് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് പറഞ്ഞാൽ എന്താണ്, വാട്ടർ. സീ വാട്ടർ പറയുമ്പോൾ ഏതായിരിക്കും അല്ലെ സോൾവെൻറ്റ്, വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് പ്യുവർ വാട്ടർ. നൗ we have learned what do you mean by a semi-permeable membrane, what is osmosis, and what do you mean by osmotic pressure. Next, since we are discussing about the colligative property, we can say that osmotic pressure is also a what property? Osmotic pressure is also a colligative property. Osmotic pressure is also a colligative property. So we can say that when we say colligative property, we can say that for a given solution, it depends upon the molar concentration of the solute, or it does not depend upon its nature. So osmotic pressure namukku, you know a relation, dilute namukku ariyam enganeyana, PV equal to nRT. So for a dilute solution, the osmotic pressure, instead of P, we are representing it with pi. The osmotic pressure can be represented as pi V equal to nRT, or we can say pi equal to n by V RT, or n by V is our molarity, or we can represent it with term concentration, or thus we can get pi equal to CRT, where C is the concentration. So pi equal to n by VRT, or we can say that pi equal to CRT, where C is the concentration, R is the universal gas constant, and T is the temperature. Using this osmotic pressure, again we can calculate the molecular mass of a solute. How? We know that here n represents the number of moles of solute. So this equation can be again written as pi equal to, instead of n, we can write it as WB by MB into V, that is RT. Instead of n, we can write it as number of moles of solute can be represented as WB by MB, or we will get therefore MB, molecular mass of the solute, equal to WB RT by pi V. So using the osmotic pressure also, we can find out the molecular mass of a solute. We have discussed that the colligative property
I'm just writing it as CP. Colligative property depends upon the number of moles of solute, or depends upon the number of solute and not on its nature. So the colligative property that we have studied is relative lowering of vapor pressure, depression in freezing point, elevation in boiling point, and now we have learned about the osmotic pressure. But there are certain cases where association and dissociation of molecules takes place. Association and dissociation of molecules takes place. In such cases, we cannot directly apply this colligative property depends upon the number of moles of solute. For example, we are taking here KCl. നമ്മൾ KCl എടുത്തു. KClന്റെ complete ionization represent ചെയ്യാൻ നമുക്ക് എങ്ങനെ represent ചെയ്യാം? K പ്ലസും എന്തായിട്ട് represent ചെയ്യാം? Cl മൈനസ് ആയിട്ട് നമുക്ക് represent ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ KCl മോളിക്യൂൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ എത്രയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 1 ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്? മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് K പ്ലസും തന്നിട്ടുണ്ട്, എന്താണ്? Cl മൈനസും തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ പകരം നമ്മുടെ ഇവിടെ നമുക്ക് എന്ത് പറയാം? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ എന്താണ്? 1 ആണ്. പക്ഷേയോ ഇവിടെ മോളിക്യൂൾ സൊല്യൂഷനിൽ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായി? നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ ഒരു K പ്ലസും ഒരു Cl മൈനസുമായി. സോ അവർ ഒബ്സർവ്ഡ് വാല്യൂ ബിക്കംസ് 2 അല്ലേ? അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പറഞ്ഞാൽ അതെന്തായിരിക്കും? അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തിട്ട് 2 or 3 പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. സോ ഇൻ ദിസ് കേസ് വാൻ ഹോഫ് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഫാക്ടർ നോൺ ആസ് I, which is given as observed value by theoretical value. എന്താണ്? Observed value by theoretical value. So what is the observed value? The observed value is 2. രണ്ടെണ്ണം ഡിസോസിയേറ്റ് ചെയ്ത് ഒരു K പ്ലസും ഒരു Cl മൈനസും കിട്ടി. നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ എന്താണ്? 1. സോ ഐയുടെ വാല്യൂ എത്രയാണ്? 2. സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ എന്ത് എഴുതാം? നമ്മളിപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ആണെന്ന് വെച്ചാൽ പൈ ഈക്വൽ ടു CRTന് മാത്രം എഴുതിയാൽ പോരാ, ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുന്നിടത്ത് എന്ത് വേണം? വാൻ ഹോഫ് ഫാക്ടറും കൂടിയും ഇൻക്ലൂഡ് ചെയ്യണം. സോ ഓസ്മോട്ടിക് പ്രഷർ ബിക്കംസ് ICRT because here dissociation of the molecule has taken place. In the case of association, we can say that in the case of association, let us take an example. So we are taking an example of acetic acid. Acetic acid in benzene എടുക്കുമ്പോൾ it associates into a dimer I form ചെയ്തിട്ട് എന്തായിരിക്കും? It associates into CH3COH twice. So in this case we can see that the theoretical value that we are observing is 2, but here the value, observed value that we have got is 1. So the value for I will be observed value by theoretical value. So here we will be getting what? The value for I will be equal to 0.1. നമ്മുടെ ഡിസോസിയേഷൻ്റെ കേസിൽ എന്തായിരുന്നു? ഐയുടെ വാല്യൂ 2 ആയിരുന്നു. അസോസിയേഷൻ്റെ കേസിൽ ഐയുടെ വാല്യൂ എന്താണ്? 0.5. or we can say that for dissociation the Van Hoff factor value I will be greater than 1, and for association the value of I, that is Van Hoff factor value, will be less than 1. ഈ കാര്യം ഓർത്ത് വയ്ക്കുക. എന്താണ്? for dissociation the Van Hoff factor I will be greater than 1, and for association the value of I will be less than 1. Or the Van Hoff factor can be also written as number of particles after association, number of particles after association or dissociation by number of particles before our association or dissociation. എങ്ങനെ എഴുതാം? The Van Hoff factor value is observed value by theoretical value, or the Van Hoff factor value is number of particles after association or dissociation by number of particles before association or dissociation. അല്ലേ? number of particles after association എന്താണ്? 1. ബിഫോർ എന്തായിരുന്നു? 2. സിമിലർലി ഡിസോസിയേഷൻ്റെ കേസിൽ
Number of particles after dissociation was 2 and before എന്തായിരുന്നു theoretical value 1. Van 't Hoff factor can be also written in this way. Thus, we can say that the introduction of this Van 't Hoff factor modifies the equation for the colligative properties as follows. The first colligative property, that is relative lowering of vapor pressure, now can be written as, we know that relative lowering of vapor pressure is P0A minus PA by P0A, or we are representing it as chi B, so it can be written as I chi B. Second one, our elevation in boiling point can now be represented as I kBm, and depression in freezing point can be represented as delta TF I KFM, and the osmotic pressure can be represented as ICRT. So these are the modified colligative property equation by the introduction of ഏതാണ് Van 't Hoff factor. എപ്പോഴാണ് Van 't Hoff factor എന്നുള്ള ഇൻട്രൊഡക്ഷൻ വന്നത്? നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഷുഗറിൻ്റെ കേസ് എടുക്കുക വെച്ചാൽ, ഷുഗറിൻ്റെ കേസിൽ ഒരു അസോസിയേഷനും ഇല്ല, ഒരു ഡിസോസിയേഷനും ഇല്ല നമ്മളത് സോൾവെൻറ്റിൽ ലയിപ്പിക്കുമ്പോൾ. പക്ഷേ ചില മോളിക്യൂൾസ് ഇപ്പോൾ KCl, NaCl, HCl ഇങ്ങനത്തെ മോളിക്യൂൾസ് അസോസിയേഷനും ഡിസോസിയേഷനും നടക്കും. സോ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ചേഞ്ചസ്. അങ്ങനത്തെ കാര്യങ്ങളിൽ, അങ്ങനത്തെ കേസസിലാണ് ഏത് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? Van 't Hoff ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഇനി നമ്മൾ പറഞ്ഞു ഡിസോസിയേഷനാണ് നടക്കുന്നത് വെച്ചാൽ Van 't Hoff ഫാക്ടറിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഫോർ അസോസിയേഷൻ ദ Van 't Hoff ഫാക്ടർ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. നൗ in the case of sugar, or in the case where there is no association or dissociation, what happens to the value of I? For I becomes 1 when there is no association or dissociation. You remember this one also. The value for Van 't Hoff factor becomes 1 when there is no association or no dissociation. Next we have to discuss about the degree of dissociation. So degree of dissociation is defined as the fraction of total molecules which dissociate into simple molecules or ions. നമുക്ക് എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സോൾട്ടോ ഇല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രോലൈറ്റോ സൊല്യൂട്ട് എടുത്തു XY, അത് ഡിസോസിയേറ്റ് ചെയ്തു എന്തായിട്ട്? X പ്ലസും Y മൈനസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൽഫ. നമ്മൾ 100 മോൾസ് ആണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുക XY. ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ പകുതിയെ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ, 50 ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. ബാക്കി 50 എന്താണ്? അപ്പം എന്താ 25 ആയിട്ട് ബാക്കി 50 എന്താണ്? സോൾവെൻറ്റ് പാർട്ടിലെങ്കിൽ സൊല്യൂട്ടിൽ തന്നെ നിന്നു. പകുതിയെ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. അതിനെയാണ് നമ്മൾ പകുതി ഡിസോസിയേറ്റ് ചെയ്താൽ പറഞ്ഞ എത്രയാണ്? 50 ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. എത്രയിൽ? 100. അതിനെയാണ് നമ്മൾ സിമ്പിൾ ടേംസിൽ പറയാച്ചാൽ എന്ത് പറയാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് പറയാം. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോസ് നമ്മൾ എടുക്കുക, നമുക്കൊരു എന്താണ്, വി ഹാവ് ഗോട്ട് എ സബ്സ്റ്റൻസ് എ ആണ് നമ്മുടെ സബ്സ്റ്റൻസ്. അത് എത്രയായിട്ട് ഡിസോസിയേറ്റ് ഉണ്ട്? ഇറ്റ് ഗീവ്സ് m പാർട്ടിക്കിൾസ് ഓൺ ഡിസോസിയേറ്റിംഗ് ഇൻ ടു ബി അല്ലേ? നമ്മുടെ സബ്സ്റ്റൻസ് എ ഉണ്ട്, അത് ഡിസോസിയേഷൻ ചെയ്യുമ്പോൾ എത്ര തന്നു? m പാർട്ടിക്കിൾസ് തന്നു. ഇനി ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് എത്രയായിരിക്കും? ആൽഫ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് തുടങ്ങുമ്പോൾ ഇവിടെ 1 മോൾ ഓഫ് എ ഉണ്ട്, ഡിസോസിയേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 0 ആണ്, ഒരു ഡിസോസിയേഷനും നടന്നില്ല. ടൈം t കഴിഞ്ഞാൽ പകുതി ഡിസോസിയേറ്റ് ചെയ്തു. ഇവിടെ എന്താണ്? ആൽഫ ഡിസോസിയേറ്റ്, ഇവിടെ പകുതി ഡിസോസിയേറ്റ് ചെയ്തില്ല. അപ്പോൾ എന്ത് എഴുതാം? 1 മൈനസ് ആൽഫ. സോ നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് എത്രയായിരിക്കും? 1. അപ്പോൾ എന്ത് എഴുതാം? ദസ് ദ നമ്പർ ഓഫ് മോൾസ് ലെഫ്റ്റ് ഓർ അൺഡിസോസിയേറ്റഡ്, or we can say that number of moles left or undissociated, ബാക്കി എത്രയുണ്ട്? 1 മൈനസ് ആൽഫ. സോ എ എഴുതി, ഒന്നും കൂടി ക്ലിയർ ആവാൻ എഴുതാം. MB എഴുതി. നമ്മുടെ ഡിസോസിയേഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഇവിടെ ഒരു ഡിസോസിയേഷനും നടന്നിട്ടില്ല. വിത്ത് ദ പാസേജ് ഓഫ് ടൈം കുറേ കഴിയുമ്പോൾ ഇവിടെ എന്താണ്? ഡിസോസിയേറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ബാക്കി എത്രയാണ്? 1 മൈനസ് ആൽഫ. Therefore
total number of particles at equilibrium. Total number of particles at equilibrium. എന്തായിരിക്കും? ഇക്വിലിബ്രിയം പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടണം. അപ്പോൾ എന്തായിരിക്കും? 1 മൈനസ് ആൽഫ പ്ലസ് എം പാർട്ടിക്കിൾസ് എത്ര ഡിസോസിയേറ്റ് ചെയ്തു? അതെന്തായിരിക്കും? പ്ലസ് എം ആൽഫ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം വിൽ ബി 1 മൈനസ് ആൽഫ പ്ലസ് എം ആൽഫ. Or we know that number of Van 't Hoff factor I is given as number of particles after dissociation. എന്താണ് number of particles after dissociation കിട്ടിയത്? 1 minus alpha plus m alpha by number of particles before dissociation. എത്രയായിരുന്നു before dissociation? 1. Or we can write it as 1 plus alpha common ആയിട്ട് എടുക്കുക. So alpha into m minus 1. Or we can write it as 1 plus m minus 1 alpha. So alpha becomes I equal to 1 plus m minus 1 alpha. So alpha becomes I minus 1 by m minus 1. So the degree of dissociation can be represented as alpha equal to I minus 1 divided by m minus 1. So here m represents the number of particles. അല്ലേ? For example നമ്മൾ NaCl ആണ് എടുക്കണം വെച്ചാൽ NaCl, KCl ഇവിടെ എല്ലാം എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര ആയിട്ടായിരിക്കും ഇത് ഡിസോസിയേറ്റ് ഉണ്ടാവുക? Na പ്ലസും Cl മൈനസ് ദിസ് വൺ ഡിസോസിയേറ്റ്സ് as K plus Cl minus, so 1 plus 1 2. The value for m will be 2. Again, if we are taking the case of for example calcium chloride. കാൽഷ്യം ക്ലോറൈഡിൻ്റെ കേസിലെങ്കിൽ MgCl2 ഇതിനെല്ലാം കേസിൽ എന്തായിരിക്കും? എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? Ca2 പ്ലസ് 2Cl മൈനസ് അല്ലേ? എങ്ങനെയായിരിക്കും? Ca2 പ്ലസ് 2Cl മൈനസ്. സോ 2 പ്ലസ് 1 എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3. സോ I represents the Van 't Hoff factor, m represents the number of particles. Hope it is clear. So let's see one example. Here we have taken a solution of potassium ferrocyanide at 300 Kelvin is 50% dissociated. എത്രയാണ്? ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡിസോസിയേറ്റഡ് അറ്റ് 50%. പറഞ്ഞാൽ എന്താണ്? ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൽഫയുടെ വാല്യൂ എത്രയാണ്? 50%. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കാണുന്ന വെച്ചാൽ നമുക്കിവിടെ അറിയാം ഡിസോസിയേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്തൊക്കെയാണ് ഗിവൺ? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്,